ഹായ്, നമുക്ക് പ്രൈമവേറ P6 കലണ്ടർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് യു ഹാവ് ടു ക്ലിക്ക് ദ എന്റർപ്രൈസ് ടാബ്. അതിൽ കലണ്ടേഴ്സ്. ഇതിൽ ഓൾറെഡി ഡിസ്പ്ലേഡ് ആയിട്ട് കുറച്ച് കലണ്ടർ ഉണ്ട്. അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു സെലക്ട് ദ ആഡ് ബട്ടൺ. ദെൻ യു ഹാവ് ടു സെലക്ട് ദിസ് ഐക്കൺ. അതിൽ ന്യൂ കലണ്ടർ വന്നിട്ടുണ്ട്. യു ക്യാൻ റീനെയിം ഇറ്റ് ഇഫ് യു വാണ്ട്. You have to select this, then you have to modify. ഇതിലിപ്പോൾ ഓൾറെഡി ടൈം സെറ്റ് ആയിരിക്കും. നമുക്കതിനെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ വർക്ക് വീക്ക് ഇറ്റ് ഇസ് ലൈക്ക് സൺഡേ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, റെസ്റ്റ് ഡേയ്സ് ഇറ്റ് ഇസ് വർക്കിംഗ് ഫോർ 12 hours. ഇഫ് യു വാണ്ട് യു ക്യാൻ ഫോളോ ദ സെയിം. ഇപ്പോൾ സാറ്റർഡേ നമുക്ക് നോൺ വർക്കിംഗ് ആക്കണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ദിസ് ആസ് 0. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റാൻഡേർഡിനുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ടോട്ടൽ ആയിട്ടുള്ള ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. സോ യു ഹാവ് ടു ക്ലിക്ക് സ്റ്റാൻഡേർഡ്. നൗ യു ക്യാൻ സീ ഇനിയിപ്പോൾ ഏത് മാസം നമ്മളിപ്പം എടുത്താലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് 12 വിൽ ബി ഡിസ്പ്ലേ ആൻഡ് സാറ്റർഡേ സൺഡേ ഈസ് നോ വർക്ക് ഡേയ്സ്. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഹോളിഡേ കൊടുക്കണമെങ്കിൽ സേ ലൈക്ക് June 15, ഓക്കെ നോട്ട് 15, June 18. ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് ആസ് എ നോൺ വർക്ക് ജസ്റ്റ് ക്ലിക്ക് June 18. then you have to click non work. നിങ്ങൾക്ക് കാണാം ആ ചേഞ്ച് ആയി. കണ്ടോ, ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന എല്ലാം നോൺ വർക്കിംഗ് ഡേയ്സ് ആണ്. റിമൈനിങ് ആർ വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ലൈക്ക് ഡീറ്റെയിൽഡ് വർക്ക് അവേഴ്സ്. നമുക്ക് വേണമെങ്കിൽ വർക്ക് അവേഴ്സ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 18 സെലക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ട് വന്നത്, നോൺ വർക്കിംഗ് ആയിട്ട്. ബിക്കോസ് നമ്മൾ 18 നോൺ വർക്ക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തായിരുന്നു. യു ഓപ്റ്റ് ദിസ് വൺ. ഇപ്പം കണ്ടോ, ഇതിലിപ്പം ഈ ഒരു പീരിയഡാണ് വർക്ക് ടൈം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ. ലൈക്ക് യു ഹാവ് ടു ക്ലിക്ക് ദ വർക്ക് വീക്ക്. ഇതിലിപ്പോൾ സൺഡേ ഹോളിഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ നോൺ വർക്ക് കാണിച്ചിരിക്കുന്നത്. മൺഡേ യു ക്യാൻ സീ വർക്കിംഗ് ഉണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണല്ലോ നമ്മൾ വർക്കിംഗ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഷിഫ്റ്റ് ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഫ്രൈഡേ. സോ ഇത്രയും സെലക്റ്റഡ് ആയി. ഇത്രയും ഒരുമിച്ച് നമുക്ക് വർക്ക് നോൺ വർക്ക് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് കലണ്ടറിൽ റിഫ്ലക്റ്റഡ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ആസ് സച്ച് കാണിച്ച സെയിം ടൈമിംഗ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് കലണ്ടർ ഇൻ ദ ബേസിക് ലെവൽ, ദെൻ allotting the time period, work hours, etc. Okay, thank you.